നമുക്കിന്നൊരു കൊച്ചി യാത്ര പോയാലാ? യാത്ര പോണത് വേറെ എങ്ങാടേക്കല്ല, നമ്മുടെ ഏഴാറ്റുമുഖത്തേക്കാണ്. സുനിച്ചേട്ടൻ്റെ ഫാമിലിയിൽ ഒരു ട്രസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ട്രസ്റ്റിൻ്റെ മീറ്റിംഗ് ഇന്ന് ഏഴാറ്റുമുഖത്ത് സുനിച്ചേട്ടൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ വെച്ചാണ്. അപ്പോൾ അങ്ങടേക്കാണ് നമ്മളെല്ലാവരും പോണത്. അപ്പോൾ ദേ എല്ലാവരും ബൈക്കിനാണ് പോണത്. അതുകൊണ്ട് തന്നെ റാലി പോലെ കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ബൈക്ക് ഉണ്ടായിരുന്നു. പിന്നെ ദേ നമ്മൾ അവിടെ എത്തി. മീറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് കറങ്ങാൻ പോകാമെന്ന് കരുതി കേട്ടോ. ഇവിടെ വരുമ്പോൾ നമുക്ക് എന്തായാലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഇവർ കൊണ്ടുപോയി നമ്മളെ കാണിച്ചു തരാറുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി ജനിച്ചു വളർന്ന നാട് ഇതായതുകൊണ്ട് തന്നെ ചേച്ചിക്ക് ഇവിടെ എല്ലാം അടിപൊളിയായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം അവിടെ കൊണ്ട് കാണിച്ചു തരാനായിട്ട് ചേച്ചിക്ക് ഭയങ്കര ഉത്സാഹമായിരിക്കും കേട്ടോ. അങ്ങനെ ദേ നമ്മൾ ചേച്ചിയുടെയും ചേട്ടൻ്റെയും കൂടെയൊക്കെ നമ്മളിങ്ങനെ ടൂ വീലറിന് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ കാടും മലയും മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല പച്ചപ്പും ഹരിതാപകരവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക ആകാംക്ഷയാണ് നമുക്കിവിടെ വരുമ്പോൾ എന്തായിരിക്കും നമ്മൾ കാണാൻ പോണേന്ന് നമ്മൾ അറിയാതെ വരുന്നൊരു ഇതായിരിക്കുള്ളൂ നമുക്ക്. അപ്പോൾ അതേ നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുരങ്ങന്മാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് മൃഗങ്ങളെയൊക്കെ നമ്മളിങ്ങനെ വഴിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ഒന്നും വലിയ ഉപദ്രവകാരികളല്ല എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. എല്ലാവരും ഈ വഴി പോണതാണല്ല. നമ്മുടെ അതിരമ്പിള്ളിയിലേക്ക് പോണത് ഈ വഴിയാണ് കേട്ടോ. പിന്നെ അതേ നമ്മൾ മയിലിനെ കണ്ടിട്ടുണ്ടായി. ഞാനാണെങ്കിൽ നേരിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ മയിലിനെ കണ്ടിട്ടുള്ളത്. ഇതുവരെ ഞാനങ്ങനെ മയിലിനൊന്നും കണ്ടിട്ടില്ല. പിന്നെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് 2-3 പേരുണ്ടായി. 2-3 പേരല്ല, കുറച്ചധികം പേരുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മൾ കുറച്ച് അകലെ നീങ്ങി നിന്ന് അവരെ കണ്ടിട്ടുണ്ടായി. കുറേ ആനകളൊക്കെ ഉണ്ടായിരുന്നെന്ന് അവിടെ ചെക്ക് പോസ്റ്റിൽ നിർത്തി നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 16 ആനകൾ ഉണ്ടായിരുന്നെന്ന്. പക്ഷെ നമ്മൾ 2 ആനയെ കണ്ടുള്ളൂ കേട്ടോ. അങ്ങനെ ദേ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് അവരെയൊക്കെ കണ്ട് അവരും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ്. ചേച്ചിക്കും ചേട്ടനെയൊക്കെ ഇവിടെ എല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് അവരെല്ലാം അവിടുന്ന് നമ്മളെ കൊണ്ടുപോയി കാണിക്കണമായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിങ്ങളുടെ ഇറങ്ങിയപ്പോൾ ഓർത്ത് എന്നാൽ പിന്നെ വേറൊരു സ്ഥലത്തും കൂടി പോയാലാന്ന് ഓർത്തിട്ട് നമ്മൾ വേറൊരു വെള്ളച്ചാട്ടം കാണാനായിട്ട് പോകണേ കേട്ടോ. അപ്പോഴേക്കും എനിക്ക് പിള്ളേർ വീഡിയോ ഒക്കെ എടുത്ത് തന്നെ ഉണ്ടായിട്ടാ. ഞാൻ വീഡിയോ എടുക്കണോണ്ട് തന്നെ എന്നോട് ചോദിക്കും അവർ, ചേച്ചിക്ക് വീഡിയോ എടുത്ത് തരട്ടെ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അങ്ങനെ ദേ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അത് ഈ സിൽവർ സ്ട്രോമിൻ്റെ അടുത്തായിട്ട് വരും ആ വെള്ളച്ചാട്ടം. അപ്പോൾ ദേ അവിടെ നമ്മൾ കുറച്ച് സമയമൊക്കെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അപ്പോഴുണ്ടാ സുനിച്ചേട്ടൻ എന്നോട് പറഞ്ഞ് നിനക്ക് റീലൊക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ വെള്ളത്തിലിരുന്നൊരു റീലൊക്കെ എടുത്ത് പിന്നെ കുറച്ച് സമയം കൂടി അവിടെ നിന്നതിന് ശേഷമാണ് നമ്മൾ പോരാന്നുള്ളത് തീരുമാനിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തിരിച്ച് ഇനിയും കുറച്ച് കാടിറങ്ങിയാലാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഇറങ്ങാനുണ്ടല്ലോ. അപ്പോൾ ഈ വഴിയൊന്നും നമുക്ക് വലിയ പരിചയമില്ലല്ലോ. എന്നാലും അവർ ഒരുപാട് ദൂരം നമ്മളെ കൊണ്ടുവന്നാക്കിയതിന് ശേഷമാണ് അവർ തിരിച്ചു പോയത് കേട്ടോ. അങ്ങനെ ദേ കാടൊക്കെ നമ്മളിങ്ങനെ ചുറ്റിക്കണ്ട്. രാത്രിയിലെ കാടൊന്നും ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമായിരുന്നു. പിന്നെ ആനനെ കണ്ടപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു പേടിയായെങ്കിലും അവർക്ക് പേടിയൊന്നും ഉണ്ടായില്ല കേട്ടോ. അവർ ഞങ്ങളോട് പറഞ്ഞ് അവർ പാവങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ കാണാം.